സന്തോഷമുള്ളവർ കരമുയർ ദൈവത്തെ സ്തുതിക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന പാസ്റ്റർ കെ പി മാത്യു, IPC കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KM ജോൺ, ഈ റീജിയന്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ സണ്ണി കുര്യൻ, ഇവിടെ ആഗതരായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ, നാട്ടിൽ നിന്ന് അതിഥികളായി എത്തിയിരിക്കുന്ന കൂട്ടുശുശ്രൂഷകന്മാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ദുസ്തുല്യ നാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുന്നു. ഈ റീജിയൻ കൺവെൻഷനിൽ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. മൈക്രോഫോൺ കയ്യിലെടുത്ത് സംസാരിക്കുന്നവർ മാത്രമാണ് പ്രാസംഗിക വർഗത്തിൽപ്പെടുന്നത്. അങ്ങനെയല്ല, ഇവിടെ പറയുന്ന ആശയത്തെ അനുകൂലിക്കുന്ന എല്ലാവരും ആ കൂട്ടത്തിൽപ്പെടുന്നവരാ. അതറിയണേ, ഒരു കാര്യം ചെയ്താൽ മതി. യോഗം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആരെങ്കിലും പ്രസംഗത്തെ വിമർശിക്കണം, സന്ദേശത്തെ വിമർശിക്കണം. അപ്പോൾ കാണാം ചിലർ ചാടി വീഴും. അവർ പറയും, നോ നോ നോ, നിങ്ങൾക്ക് എന്തറിയാം, അങ്ങനെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അതാ ശരി എന്ന് പറഞ്ഞ് ചിലർ ഉടനെ അതിനെ സംരക്ഷിക്കുന്ന, ഡിഫെൻഡ് ചെയ്യുന്നത് കാണുവാൻ കഴിയും. ഉടനെ മനസ്സിലാക്കിക്കൊള്ളണം, അവരും പ്രസംഗിച്ചതിനെ സമയം കിട്ടാത്തത് കൊണ്ട്, ഒരാൾക്ക് മാത്രമേ പ്രസംഗിക്കാൻ ഒക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് സംസാരിക്കാതിരുന്നതെന്ന്. ഇവിടെ വന്നിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും ആ വർഗത്തിൽപ്പെടുന്നവരാ. ഇവിടെ പറയുന്ന ആശയത്തെ അനുകൂലിക്കുന്ന, അംഗീകരിക്കുന്ന, സമർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, പ്രായോഗികത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന വലിയൊരു കൂട്ടം ദൈവമക്കൾ ഈ യോഗത്തിന്റെ ഭാഗമാണ്. രണ്ടാമതൊരു കൂട്ടം ആളുകളുണ്ട്. അവരാരാണ് ചോദിച്ചാൽ, യോഗത്തിന്റെ സംഘാടകർ പ്രതീക്ഷിക്കുന്നു, ഇന്നാരും 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 വന്നിരുന്നെങ്കിൽ, അവരൊന്ന് കേട്ടിരുന്നെങ്കിൽ, എൻ്റെ അളിയൻ ജോണി ഒന്ന് വന്നിരുന്നെങ്കിൽ, കേട്ടിരുന്നെങ്കിൽ, എൻ്റെ പെങ്ങൾ മേഴ്സി ഒന്ന് വന്നിരുന്നെങ്കിൽ, എൻ്റെ അമ്മാച്ചൻ കൊച്ചപ്പൻ, എൻ്റെ ഉപ്പാപ്പൻ, എൻ്റെ സുഹൃത്ത് ഗോപി, ബഷീർ, ആയിഷ ഒന്ന് വന്നിരുന്നെങ്കിൽ, പാർവതി ഒന്ന് വന്നിരുന്നെങ്കിൽ, ഇതൊന്ന് കേട്ടിരുന്നെങ്കിൽ. എന്നാൽ ഈ യോഗത്തിന്റെ സംഘാടകർ പ്രതീക്ഷിക്കുന്ന ഒരു ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസ് ഉണ്ട്. അവർ ഈ യോഗത്തിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ അവർ വന്ന് കാണും, ചിലപ്പോൾ വന്ന് കാണത്തില്ല, ചിലപ്പോൾ പരിസരത്ത് എവിടെയെങ്കിലും കാണും. അവരും ഈ യോഗത്തിന്റെ ഭാഗമാണ്. മൂന്നാമതൊരു കൂട്ടം ആളുകളുണ്ട്. അവരാരാണ് ചോദിച്ചാൽ, അവരാ യോഗം ഏറ്റവും നന്നായി ശ്രദ്ധിക്കുന്നത്. ആരാണ് ചോദിച്ചാൽ മറ്റാരുമല്ല, വിമർശകർ. അത് രാഷ്ട്രീയ യോഗങ്ങൾക്ക് നമുക്ക് കാണുവാൻ കഴിയും. കോൺഗ്രസ്സുകാർ യോഗം നടത്തുമ്പോൾ ഏറ്റവും നന്നായി ശ്രദ്ധിക്കുന്ന മാർക്സിസ്റ്റുകാരാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, അടുത്ത യോഗത്തിന് അവർക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കണം, അവർക്ക് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിക്കണം, അതിനുവേണ്ടിയാണ് നന്നായി ശ്രദ്ധിക്കുന്നത്. പക്ഷേ അവർക്കാണ് ആ യോഗം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകാൻ പോകുന്നത്. പ്രൈസ് ഗാഡ്. ഇവിടെ പറയുന്ന ആശയങ്ങളെ വിമർശന ബുദ്ധിയ, നിരൂപണ ബുദ്ധിയ ആര് ശ്രദ്ധിക്കുമോ, ആര് കേൾക്കുമോ, അവർക്കാണ് ഈ യോഗം കൊണ്ടുള്ള ഏറ്റവും നല്ല ഗുണമുണ്ടാകാൻ പോകുന്നത്. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന ദൈവദാസനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കേട്ടു. അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞത്, യുക്തിവാദിയായിരുന്നപ്പോൾ, നിരീശ്വരവാദിയായിരുന്നപ്പോൾ, യേശുക്രിസ്തു ദൈവമല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി, ദൈവമേ അല്ല, അല്ലെങ്കിൽ യേശു വന്നിരുന്നേ ഇല്ല എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി താൻ പുതിയ നിയമം, സത്യവേദ പുസ്തകം വായിച്ചു തുടങ്ങി. മത്തായിയുടെ സുവിശേഷം വായിച്ചിട്ട് താൻ എഴുതിയ തലക്കെട്ട് ഇവിടെ പറയാൻ കൊള്ളുകയില്ല, അസഭ്യമാതാൻ എഴുതിയത്. മർക്കോസിന്റെ, ലൂക്കോസിന്റെ, യോഹന്നാന്റെ ഒക്കെ തലക്കെട്ടായി താൻ തന്നെയായി ചിലത് എഴുതി. പക്ഷേ റോമാലേഖനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ തനിക്ക് മനസ്സിലായി, സാക്ഷാൽ ജീവനുള്ള ദൈവത്തോടാണ് താൻ കുഞ്ഞു കളിക്കുന്നതെന്ന്. പ്രൈസ് ഗാഡ്. താൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. മലയാളികളുള്ള എല്ലായിടത്തും സുവിശേഷത്തിന്റെ അനുഗ്രഹീത വക്താവായി ആ ദൈവദാസൻ അറിയപ്പെടുന്നു. ഞാൻ പറഞ്ഞു വന്നത്, വിമർശന ബുദ്ധി ആര് ശ്രദ്ധിച്ചാലും അവർക്കാണ് ഇതിന് ഏറ്റവും നല്ല പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത്. നാലാമതൊരു കൂട്ടം ആളുകളുണ്ട്. സംഘാടകർ ഒരുപക്ഷെ ഇവിടെ പ്രതീക്ഷിച്ചില്ല, ഇവിടെ വന്നിട്ടുണ്ടെന്ന് ആർക്കും തന്നെ അറിയത്തില്ല. അങ്ങനെ ഒരു കൂട്ടം സന്ദർഭവശായി എതിർച്ചയായി ഇവിടെ എത്തിയതാണ്. പക്ഷേ ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ഹൃദയം കർത്താവിനായി സമർപ്പിക്കുന്ന, നാം ആരും അറിയാത്ത, നമ്മളെ അറിയാത്ത ചിലരെങ്കിലും ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏത് കൂട്ടത്തിൽ നമ്മൾ പെട്ടവരാണെങ്കിലും നമ്മെ ഇന്ന് രാത്രി അനുഗ്രഹിക്കുവാൻ ദൈവം വിശ്വസ്തൻ. സ്തോത്രം. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാം. ബഹുമാനപ്പെട്ട പാസ്റ്റർ KM ജോൺ അവരുടെ സാന്നിധ്യം എനിക്ക് വളരെ പ്രചോദനം നൽകുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അഭിമാനമാണ് കർത്തൃദാസൻ. യുവ പ്രസംഗകരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കാണിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കർത്തൃദാസന്റെ സാന്നിധ്യം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ വളർച്ചയിൽ നിർണായക ഘടകം ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകളും പ്രവർത്തനങ്ങളുമാണ്. ആ കർത്തൃദാസനെ ഓർത്ത് അദ്ദേഹത്തോടൊപ്പം ഈ ദിവസങ്ങളിലൂടെ ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തുടർന്നുള്ള അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാം വാക്യം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, ഇവിടെ ആര് നിന്നാലും ദൈവമാണ് നമ്മോട് സംസാരിക്കേണ്ടത്.
പ്രൈസ് ഗോഡ്. യോഗം ആര് സംഘടിപ്പിച്ചാലും ദൈവമാണ് നമ്മോട് സംസാരിക്കേണ്ടത്. കേൾവിക്കാര് തന്നെയാണെങ്കിലും ദൈവമാണ് നമ്മോട് സംസാരിക്കേണ്ടത്. ആത്മാർത്ഥമായി ഐകമത്യപ്പെട്ട വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, ഇന്ന് ആവശ്യമായ ദൂത്, സന്ദേശം, അരുളപ്പാട് അങ്ങ് ഞങ്ങൾക്ക് തെരുമാറാകണമേ. കർത്താവേ, ഇവിടെ വന്നിരിക്കുന്നവരെ എല്ലാവരെയും അറിയുന്ന ആരും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. എന്നാൽ അങ്ങറിയാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. സ്തോത്രം. ചോദ്യങ്ങളുള്ളവരുണ്ട്, അവർക്ക് ഉത്തരം നൽകുമാറാകണമേ. സംശയങ്ങളുള്ളവരുണ്ട്, അവരുടെ സംശയത്തിന് നിവാരണം വരുത്തണമേ. പ്രിയ കർത്താവ്, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ആവലാദികളൊക്കെ ഉള്ളവരുണ്ട്. ഇന്ന് രാത്രി വചന കേൾവിയെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ, പ്രശ്നമല്ലാതായി മാറുവാൻ എൻ്റെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രതികരിക്കുവാൻ അടിയനെ ശുദ്ധീകരിക്കണമേ. അടിയൻ്റെ ബോധമണ്ഡലത്തെ, നാവിനെ ഒക്കെ അങ്ങ് ശുദ്ധീകരിച്ച് ഉപയോഗിക്കണമേ. ഇവിടുന്ന് മടങ്ങുമ്പോൾ ദൈവനോട് സംസാരിച്ചു ഇടപെട്ടു എന്നുള്ള വലിയ തൃപ്തിയോടെ മടങ്ങുവാൻ അടിയങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കണമേ. ആമേൻ. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗ വിഷയം മറ്റൊന്നുമായിരുന്നില്ല, മാനസാന്തരം എന്നുള്ളതായിരുന്നു. യോഹന്നാൻ സ്നാപകന് ശേഷം കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ തന്നെ ആസ്പദമാക്കിയിരുന്നത് മാനസാന്തരം എന്ന വിഷയത്തിലായിരുന്നു. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം പത്രോസ്ലീഹ പ്രസംഗിച്ച ആദ്യത്തെ പ്രസംഗത്തിലെ കൺക്ലൂഷനാണ് നാം ഇവിടെ വായിച്ചത്. താൻ പ്രസംഗിച്ചിരിക്കുവാൻ ആഗ്രഹിച്ചു, നിശബ്ദത താൻ പാലിച്ചു കാണും അല്പസമയം. അപ്പോൾ കേൾവിക്കാര് അടങ്ങിയിരുന്നില്ല. അവർ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ആ ചോദ്യത്തിന് ഉത്തരമായി പത്രോസ്ലീഹ പ്രസ്താവിച്ച പ്രസ്താവനയാണ് ഇവിടെ നാം വായിച്ചത്. പത്രോസ് അവരോട്, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇന്ന് രാത്രി തുടർന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നത് മാനസാന്തരത്തിന്റെ വേദശാസ്ത്ര സൈദ്ധാന്തിക അടിത്തറയാണ്. താത്വിക അടിത്തറ എന്താണ്? എന്തുകൊണ്ട് നാം മാനസാന്തരപ്പെടണം? വിവിധ മതവിശ്വാസികളാണ് നാം, വിവിധ സമുദായത്തിൽപ്പെടുന്നവരാണ് നാം. പക്ഷേ എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്, നാം ദൈവവിശ്വാസികളാണ്. ഇതിനപ്പുറത്തൊരു വ്യക്തിയുണ്ട്, ഒരു ശക്തിയുണ്ടെന്ന് അഹമഹിയ അംഗീകരിക്കുന്നവരാ നാം എല്ലാവരും. സ്വർഗം എന്നൊരു വാസ്തവം, ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് നാം എല്ലാവരും അംഗീകരിക്കുന്നു. അവിടെ പോകുവാൻ നാം എല്ലാവരും ഒരുപോലെ ആഗ്രഹമുള്ളവരാ, ആവശ്യബോധമുള്ളവരാ. നരകത്തിൽ പോകാൻ ഇഷ്ടമുള്ള ഒരു പൊടിക്കുഞ്ഞു പോലും ഇന്ന് രാത്രിയോടെ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ദൈവവിശ്വാസികളായ, സ്വർഗത്തിൽ പോകാൻ ആവേശമുള്ള ഈ നമ്മളെ എന്തുകൊണ്ട് ദൈവത്തിന് നേരിട്ടങ്ങ് സ്വർഗത്തിൽ എത്തിച്ചുകൂടാ? എന്തുകൊണ്ട് ദൈവം മാനസാന്തരം എന്നൊരു കടമ്പ വെച്ചു? ഇന്ന് രാത്രി അതിന് ഉത്തരം പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? ദൈവവിശ്വാസികളായ നാം, സ്വർഗത്തിൽ പോകാൻ ആവേശമുള്ള നാം. ഇനി ദൈവമാരാ? ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് സ്നേഹമെന്ന. അതുകൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്തു? ദൈവമായി സ്വർഗത്തിലിരിക്കാതെ മനുഷ്യനായി അവതരിച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം ക്രൂശിൽ വരുത്തി. ഇതുവരെ ജനിച്ച സകല പാപികളുടെയും, ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല പാപികളുടെയും, ഇനി ജനിക്കാനുള്ള സകല പാപികളുടെയും പാപത്തിന് പരിഹാരം യേശു വരുത്തുകയും ചെയ്തതാ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ ദൈവത്തിന് നമ്മെ നേരിട്ടങ്ങ് സ്വർഗത്തിൽ എത്തിച്ചുകൂടാ? എന്തുകൊണ്ട് മാനസാന്തരം എന്നൊരു ആവശ്യം തമ്പുരാൻ ഉന്നയിക്കുന്നു? സ്നേഹിതരെ, എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? വേദപുസ്തകം പറയുന്നു, ദൈവ മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ ഉണ്ടാക്കിയെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം നമ്മെ പോലെ കറുത്ത്, വെളുത്ത്, മെലിഞ്ഞ്, വണ്ണിച്ച്, നീളം കൂടി, കുറഞ്ഞ് ഒക്കെ ഇരിക്കുന്നെന്നാണോ? ആണോ? എന്താ ദൈവം തന്റെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ നമ്മെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അങ്ങനെയാണെങ്കിൽ തന്നെ എന്റെ വലത്തുവശത്തിരിക്കുന്ന ഈ സഹോദരന്മാരുടെ കൂട്ടാണോ ദൈവം ഇരിക്കുന്നത്, അതോ ഇടത്തുവശത്തിരിക്കുന്ന സഹോദരിമാരുടെ കൂട്ടാണോ? എന്ന് പറഞ്ഞാൽ തമ്പുരാൻ പാന്റ് ഷർട്ടുമാണോ ഇടുന്നത്, അതോ സൽവാർ കമീസാണോ ഇടുന്നത്? എന്താ അതിന്റെ അർത്ഥം? ദൈവം തന്റെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ദൈവത്തിന്റെ മാത്രം കുത്തകയായിരുന്ന തീരുമാനശേഷി, അഭിപ്രായ സ്വാതന്ത്ര്യം, വകതിരിവ് ഇവ തന്ന് ദൈവം നമ്മെ ഉണ്ടാക്കി. നമുക്കൊക്കെ പാരമ്പര്യം പറയാൻ വലിയ ഇഷ്ടമുള്ള കൂട്ടത്തില, അല്ലേ? പാരമ്പര്യം പറഞ്ഞ് അങ്ങ് സിറിയയിൽ നമ്മൾ ചെല്ലും. എന്നാൽ പാരമ്പര്യം പറഞ്ഞാൽ നമ്മൾ ഒരു കൂട്ടരോട് തോറ്റുപോകും. ആരോടാണെന്നറിയാമോ? മൃഗങ്ങളോട്. എന്താ കാര്യം? തമ്പുരാൻ മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുൻപേ ആരെ ഉണ്ടാക്കി? മൃഗങ്ങളെ ഉണ്ടാക്കി. മൃഗങ്ങളെ ഉണ്ടാക്കിയപ്പോൾ ഓർക്കണേ, നമ്മളോട് വളരെ സാമ്യമുള്ള മൃഗങ്ങളുണ്ടേ കേട്ടോ. തിരുവനന്തപുരം സൂവിൽ പോയിട്ടുള്ളവർ കണ്ടു കാണും, ചിമ്പാൻസി, മനുഷ്യക്കുരങ്ങൻ. അരണ്ട വെളിച്ചത്തിൽ നോക്കിയാൽ തോമാച്ചായ നിൽക്കുവാന്നോ തോന്നി.
ക്ഷമിക്കണേ, തോമാച്ചനുണ്ട്, ക്ഷമിക്കണേ. ജെയിംസ് ആണെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നേ വരെ ഒരു ചിമ്പാൻസിക്കും തോന്നിയില്ല, അയ്യോ ഞാനൊരു പാൻറ് ഇടാഞ്ഞിട്ടൊരു മുണ്ടുടുക്കാഞ്ഞിട്ട് എനിക്ക് നാണം തോന്നുന്നു. എന്താ കാര്യം? നമ്മളോട് വളരെ സാമ്യമുണ്ടെങ്കിലും അവയ്ക്ക് ദൈവം എന്ത് കൊടുത്തില്ല? വകതിരിവ് കൊടുത്തില്ല, തീരുമാനശേഷി കൊടുത്തില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തില്ല. അത് വെറും മൃഗമാ. സിംഹം മൃഗങ്ങളുടെ രാജാവാ. എന്നിട്ട് പിന്നെ വരെ ഒരു സിംഹത്തിനും തോന്നിയില്ല, എത്ര നാളാ ഞാൻ ഗുഹയിൽ താമസിക്കുന്നത്, കുറഞ്ഞ പക്ഷെ ആസ്പെറ്റോസ് മേഞ്ഞ ഒരു കുടിലെങ്കിലും എനിക്ക് വേണമെന്ന് തോന്നിയോ? ഇല്ല. എന്താ? വെറും മൃഗമാ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ സൃഷ്ടിച്ചു? ദൈവത്തെ പോലെ സൃഷ്ടിച്ചു. വകതിരിവുള്ളവരായി, തീരുമാനശേഷിയുള്ളവരായി, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരായി ദൈവം നമ്മെ ഉണ്ടാക്കി കേട്ടോ. ദൈവം നമ്മെ എങ്ങാനും മൃഗങ്ങളെ പോലെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമ്മെ സ്വർഗത്തിൽ എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഞാൻ പത്തനാപുരം സ്വദേശിയ, ചെങ്കോട്ടയിൽ നിന്ന് ഇഷ്ടം പോലെ കാളകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. 100 കാളകളെ മേയ്ക്കുവാൻ ഒരൊറ്റയാൾ മതി. എന്ന് പറയുമ്പോൾ അതുവഴി അത് പൊക്കോളും കേട്ടോ. ദൈവമെങ്ങാനും നമ്മളെ അങ്ങനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമ്മളെ ദൈവത്തിന് സ്വർഗത്തിൽ എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കെട്ടിവലിച്ച് തല്ലി പഠിപ്പിച്ച് കയറി സ്വർഗത്തിൽ എന്നും പറഞ്ഞ് അങ്ങ് എത്തിക്കാമായിരുന്നു. എന്ത് ചെയ്യാ? നാം മൃഗങ്ങളല്ല, കെട്ടിവലിച്ച് തല്ലി പഠിപ്പിച്ച് കൊണ്ടുപോകാൻ ദൈവം നമുക്കും തന്നു അഭിപ്രായ സ്വാതന്ത്ര്യം. ദൈവം നമുക്കും തന്നു തീരുമാനശേഷി. ദൈവം നമുക്കും തന്നു വകതിരിവ്. അതുകൊണ്ട് എന്ത് പറ്റി? ഇനിയിപ്പം നാം സ്വർഗത്തിലെത്തണമെങ്കിൽ ദൈവം മാത്രം നിശ്ചയിച്ചാൽ പോരാ, നമ്മളും കൂടെ തീരുമാനിച്ചെങ്കിലേ നാം സ്വർഗത്തിലെത്തുകയുള്ളൂ. രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? നീ മൃഗമല്ലാത്തത് കൊണ്ട് മാനസാന്തരപ്പെടണം. ദൈവം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം തന്നതുകൊണ്ട്, തീരുമാനശേഷി തന്നതുകൊണ്ട്, വകതിരിവ് തന്നതുകൊണ്ട്, സുഹൃത്തേ, താങ്കൾ മാനസാന്തരപ്പെടണം. മനുഷ്യകുലത്തിൽ പെട്ടിട്ടും മാനസാന്തരം ബാധകമല്ലാത്ത ചിലരുണ്ട്. അതാരാന്നറിയുമ്പോഴാണ് നമ്മൾ എത്രയധികം മാനസാന്തരപ്പെടണമെന്ന് നമുക്ക് ബോധ്യം വരുന്നത്. മനുഷ്യകുലത്തിൽ പെട്ടിട്ടും മാനസാന്തരം പ്രസക്തമല്ലാത്ത, ബാധകമല്ലാത്തത് ആരാ? ഒന്ന്, ശിശുക്കൾ. വേണ്ട, യോഗത്തിന് വന്നിട്ടുണ്ട്, പക്ഷെ പരിപാടി വേറെയാ. ഇവിടെ വന്ന സകല ഭാവികളും മാനസാന്തരപ്പെട്ടാൽ ഈ കുഞ്ഞുങ്ങൾക്ക് അത് ബാധകമല്ല. എന്തുകൊണ്ട്? ഈ പറയുന്ന കാര്യം ഗ്രഹിക്കുവാനുള്ള ത്രാണി, ബുദ്ധി വളർച്ച അവർക്കില്ല. സ്നേഹിത, നീ മാനസാന്തരപ്പെടണം. എന്തുകൊണ്ട്? നീ ശിശു അല്ലാത്തതുകൊണ്ട്. മറ്റൊരു ഗ്രൂപ്പ് മാനസാന്തരം ബാധകമല്ലാത്തവരാരാന്നറിയാമോ? മന്ദബുദ്ധികൾ. കണ്ടാ നമ്മുടെ കൂട്ടൊക്കെ ഇരിക്കുക, ഇൻസേർട്ടൊക്കെ ചെയ്ത് ബെൽറ്റൊക്കെ ഇട്ട് വന്നിരിക്കുക. പക്ഷേ യോഗം നീളുമ്പോ പുള്ളി പറയാം, എന്താ നിർത്താത്ത, വിശക്കുന്നല്ലോ, പോകാറായല്ലോ. പറയുന്ന കാര്യം ഗ്രഹിക്കാൻ കഴിയാത്ത വിധം ബുദ്ധി വളർച്ചയില്ല കേട്ടോ. മന്ദബുദ്ധികൾ. അവർക്കെന്ത് ബാധകമല്ല? മാനസാന്തരം ബാധകമല്ല. ആ ജീവനാന്തം മാനസിക രോഗിയാറായവർ, അവർക്കെന്ത് ബാധകമല്ല? മാനസാന്തരം ബാധകമല്ല. സ്നേഹിത, ഇന്ന് രാത്രി താങ്കൾ എന്തുകൊണ്ട് മാനസാന്തരപ്പെടണമെന്ന് മനസ്സിലായോ? താങ്കൾ മന്ദബുദ്ധി അല്ലാത്തത് കൊണ്ട്, താങ്കൾ ശിശു അല്ലാത്തത് കൊണ്ട്, താങ്കൾ മാനസിക രോഗിയല്ലാത്തത് കൊണ്ട് താങ്കൾ മാനസാന്തരപ്പെടണം. ഞങ്ങളുടെ ഇരിപ്പ് കണ്ടാത്തത് ഭാഷ, ഞാനും മന്ദബുദ്ധിയാ. രാവിലെ പാവയ്ക്കാൻ മേടിച്ചപ്പം 15 പൈസയ്ക്ക് അവിടെ നിന്ന് കണക്ക് പറഞ്ഞപ്പം മന്ദബുദ്ധിയല്ല. ചില സുവിശേഷം കേൾക്കുമ്പോൾ മന്ദബുദ്ധി കളിക്കാറുണ്ട്. താങ്കൾക്കും അറിയാം, ദൈവത്തിനും അറിയാം താങ്കൾ മന്ദബുദ്ധിയല്ല. ഈ പറയുന്ന ചൊവ്വിന് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. സുഹൃത്തേ, സ്നേഹിത, എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? ദൈവം തന്റെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ നമ്മെ ഉണ്ടാക്കി വകതിരിവുള്ളവരായി, തീരുമാനശേഷിയുള്ളവരായി, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരായി ദൈവം നമ്മെ ഉണ്ടാക്കി. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് മാനസാന്തരപ്പെടണം. സ്തോത്രം. സന്തോഷമുണ്ടോ ദൈവമക്കളെ? നമ്മുടെ ജീവിതത്തിന് കഥ വരുത്തുന്ന ഘടകം എന്താ സ്നേഹിത? നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരുത്തുന്ന ഘടകം എന്താ? സുഹൃത്തെ, ലോകത്തിൽ എന്തെല്ലാം നാം നേടിയെന്ന് വന്നാലും ഈ അസ്തിത്വത്തിന് കഥ വരുത്തുന്ന ഘടകം അത് മറ്റൊന്നുമല്ല, ദൈവം തന്ന ഈ ശേഷി ദൈവോന്മുഖമായി വിനിയോഗിക്കുന്നതാണ് ജീവിതത്തിന് അർത്ഥം വരുത്തുന്നത്. എന്താ മാനസാന്തരം? അതിവേഗം നിർവചിക്കുവാൻ ഞാൻ പോകുക. എന്താ മാനസാന്തരം? ശ്രദ്ധിച്ച് കേൾക്കണമേ. മലയാള ഭാഷയിൽ മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ മാറ്റമെന്നേ ഉള്ളൂ. മനോരമ ദിനപത്രം വരുത്തിയിരുന്നയാള് അത് നിർത്തി മാതൃഭൂമി തുടങ്ങിയാൽ അതൊരു മാനസാന്തരമാണ്. കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നയാള് രാജിവെച്ച് BJP ചേർന്നാൽ അതൊരു മാനസാന്തരമാണ്. 10 സിഗരറ്റ് ഒരു ദിവസം വലിച്ചിരുന്നയാള് അത് 5 ആക്കി ചുരുക്കിയാൽ അതൊരു മാനസാന്തരമാണ്. പക്ഷെ വേദപുസ്തകം പറയുന്ന മാനസാന്തരം അതല്ല കേട്ടോ.
വേദപുസ്തകം പറയുന്ന മാനസാന്തരം ദൈവം നമുക്ക് തന്ന ശേഷി ദൈവോന്മുഖമായി വിനിയോഗിക്കുന്നതിന് മാനസാന്തരം എന്ന് പറയുന്നു. ദൈവം നമുക്ക് തന്ന വകതിരിവ്, ദൈവം നമുക്ക് തന്ന തീരുമാനശേഷി, ദൈവം നമുക്ക് തന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, അത് ദൈവോന്മുഖമായി വിനിയോഗിക്കുന്നതിന് മാനസാന്തരം എന്ന് പറയുന്നു. സ്നേഹിത, ഈ ആയുസ്സിൽ അതിന് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മെ പോലെ ഹതഭാഗ്യർ ലോകത്തിൽ മറ്റാരുമില്ല. ജീവിതത്തിന് അർത്ഥം വരുത്തുന്ന ഘടകം അമ്പരചുംബിയായ മണിമേടയല്ല, ബാങ്ക് ബാലൻസ് അല്ല കേട്ടോ. ജീവിതത്തിന് അർത്ഥം വരുത്തുന്ന ഘടകം ഇതൊന്നുമല്ല. ജീവിച്ചിരിക്കെ സൃഷ്ടികർത്താവിനെ തിരിച്ചറിഞ്ഞവന്റെ വഴികളിൽ നടക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ബൈബിൾ എന്ത് പറയുന്നു? ബുദ്ധിമാന്റെ ജീവയാത്ര മേൽപോട്ടാകുന്നു, അവൻ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു. അപ്പോൾ തന്നെ ബൈബിൾ എന്ത് പറയുന്നു? മൃഗപ്രായനായ മനുഷ്യനത് അറിയുന്നില്ല, മൂഢനത് ഗ്രഹിക്കുന്നില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ശ്രദ്ധിക്കണേ, ഇതുവരെ ഞാൻ പറഞ്ഞ നമ്മൾ കേമന്മാരാണെന്ന, മൃഗമല്ലെന്ന കേട്ടോ. എന്നാൽ തിരുവചനം പറയുന്നു ആരോ മൃഗതുല്യരാണെന്ന്. ആരാ അവര്? മാനത്തോടിരിക്കെ വിവേകഹീനരായവർ. അപ്പൊ എന്താവാ വിവേകം? ഡിഫൈൻ ചെയ്യണം. എന്താവാ വിവേകം? IAS സെലക്ഷൻ കിട്ടുന്നതാണോ? കുവൈറ്റിൽ വരുവാൻ കഴിയുന്നതാണോ? MSc റാങ്ക് കിട്ടുന്നതാണോ? നോബൽ സമ്മാന ജേതാവാകുന്നതാണോ? എന്താ വിവേകം? വിവേകം മറ്റൊന്നുമല്ല. തിരുവചനം അതിന് ഉത്തരം നൽകുന്നു. പരിശുദ്ധനോടുള്ള ഭക്തി തന്നെ വിവേകം. പ്രൈസ് ഗോഡ്. എന്റെ യേശു ഈ ഭൂമിയിൽ നടന്ന സമയങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. എന്നെയും നിന്നെയും ബുദ്ധി